ഇതുപോലെ ഒരു റഫ് സ്കെച്ചിൽ നിന്ന് എങ്ങനെ ഒരു ആക്ച്വൽ ഫംഗ്ഷണൽ പാർട്ടിലോട്ട് എത്തിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യു ആർ വാച്ചിങ് ഫംഗ്ഷണൽ 3D മോഡലിംഗ് ബൈ റെപ്റ്റർ ഇന്നോവേഷൻസ്. ഓക്കെ, നമ്മുടെ ബോക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫില്ലറ്റ് കൊടുക്കാം. അതായത് ജസ്റ്റ് ഇതിൻ്റെ ഈ ഷാർപ്പ് എഡ്ജസ് നമുക്ക് റൗണ്ട് ചെയ്യണം. സോ ഈ ഷാർപ്പ് എഡ്ജസ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഫില്ലറ്റ് എന്ന് പറഞ്ഞിട്ട്. ഫില്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഈ ടാബിൽ നിന്ന് എസ് ക്ലിക്ക് ചെയ്ത് ഫില്ലറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലറ്റ് വരും. അല്ലെങ്കിൽ ഡയറക്റ്റ് എഫ് ക്ലിക്ക് ചെയ്താലും മതി. സോ എസ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഫില്ലറ്റ് എടുക്കുന്നു. ദെൻ ഞാൻ ഈ ഒരു പുറത്തെ കോർണേഴ്സ് ആദ്യം സെലക്ട് ചെയ്യുന്നു. പുറത്തെ കോർണേഴ്സ് 4 കോർണേഴ്സ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാനിത് തിരിക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ 4 കോർണേഴ്സും സെലക്ട് ചെയ്തു. ഈ ഒരു ഫില്ലറ്റ് ഞാൻ ചെയ്യുന്നത് 6 മില്ലിമീറ്ററിനാണ് പുറത്തെ ഫില്ലറ്റ് ഞാൻ ചെയ്യുന്നത്. ഇനി വീണ്ടും ഞാൻ ഫില്ലറ്റ് ടൂൾ എടുക്കുന്നു. അകത്തെ ഫില്ലറ്റ് ഞാൻ കൊടുക്കുന്നത് അകത്തെ 4 കോർണേഴ്സും ഞാൻ സെലക്ട് ചെയ്തു. അകത്തെ ഫില്ലറ്റ് കൊടുക്കുന്നത് 3 മില്ലിമീറ്റർ. സോ ഫില്ലറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാനുള്ള 2 ഹോൾസ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് ഫേസ് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഫേസിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സി ക്ലിക്ക് ചെയ്യുന്നു. സർക്കിളിൻ്റെ ഷോർട്ട് കട്ടാണ് സി ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ റാൻഡമായിട്ട് ഒരു വലിപ്പത്തിന് സർക്കിൾ വരയ്ക്കുന്നു. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു നീല കളറിലാണ് ഈ സർക്കിൾ വന്നിരിക്കുന്നത്. ഇത് നീല കളറിൽ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഒരു 2D സ്കെച്ച് 3D സ്പേസിൽ നിൽക്കണമെങ്കിൽ അതിന് കൺസ്ട്രെയിൻസും ഡയമെൻഷൻസും മെൻഷൻ ചെയ്യണം. സോ ആ ഒരു സംഭവം, ആ ഒരു 2 കാര്യങ്ങളും മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ നീല കളറിൽ നിൽക്കുന്നത്. നമുക്ക് അത് ആദ്യം മെൻഷൻ ചെയ്യാം. അതിന് വേണ്ടി ഡയമെൻഷൻ ടൂളാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ഡി ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഈ ഒരു സർക്കിളിൻ്റെ പുറത്തെ എഡ്ജ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റീഡിങ് കാണാം. അത് ഞാൻ എത്രയാണ് കൊടുക്കുന്നത്? അത് 28 mm ഞാൻ ഡയമീറ്റർ ഞാൻ കൊടുക്കുന്നു. സോ സർക്കിളിൻ്റെ ഡയമീറ്റർ 28 mm ഞാൻ കൊടുത്തു. സർക്കിളിൻ്റെ സെൻറ്ററും ഈ ഒരു ബോട്ടം സർഫസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 16 സോ 16 കൊടുക്കുന്നു. ഇനി ഈ ഒരു എഡ്ജും ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അതെന്ന് പറയുന്നത് 24 mm ആണ്. സോ 24 കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ഈ സർക്കിൾ ബ്ലാക്ക് കളറിലായിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ കൺസ്ട്രെയിൻസ് എല്ലാം ഡിഫൈൻ ചെയ്ത് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ സർക്കിൾ സെലക്ട് ചെയ്യുന്നു, ഈ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇത് എത്ര MM-നാണ് ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഡ്രോയിങ് വെച്ച് 18 mm ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇതിപ്പോൾ ജോയിൻ ആണ് കിടക്കുന്നത്. ഇതിപ്പോൾ ന്യൂ ബോഡിയൊക്കെ ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിറ്റോ കട്ടാവാം. ജോയിൻ തന്നെ കൊടുക്കുക, കാരണം ഈ ഒരു ബോഡിയോട് ചേർന്ന് തന്നെയാണ് ഇത് വരുന്നത്. സോ ജോയിൻ കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇത് ഒരൊറ്റ ബോഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു സർക്കിളിൻ്റെ ടോപ്പിൽ സെലക്ട് ചെയ്ത് വീണ്ടും ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുന്നു. സർക്കിൾ ടൂൾ വീണ്ടും എടുക്കാനായിട്ട് സി ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് കാണാം ചെറിയൊരു സർക്കിൾ വരുന്നത്. സോ ആ ചെറിയ സർക്കിൾ വരുന്ന സമയത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, പുറത്തോട്ട് വലിക്കുന്നു. ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ 22 mm ആണ്. സോ 22 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ സർക്കിൾ ആയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ചെറിയ സർക്കിൾ സെലക്ട് ചെയ്യുന്നു, കൊടുക്കുന്നു, എക്സ്ട്രൂഡ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ, ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു 2 ഒബ്ജക്റ്റ് കൊടുക്കുന്നു. 2 ഒബ്ജക്റ്റ് കൊടുത്തിട്ട് ഈ ഒരു സർഫസ്, അകത്ത് ഈ ഒരു സർഫസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു സർഫസിലോട്ടാണ് കട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു സർഫസ് ഇൻക്രീസ് ചെയ്താൽ, ഈ ഒരു വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കട്ട് ചെയ്തേക്കുന്ന ഭാഗം ക്ലോസ് ആയി പോകത്തില്ല, കാരണം ഈ ഒരു സർഫസിലോട്ടാണ് നമ്മളിത് മാപ്പ് ചെയ്തേക്കുന്നത്. ഇനി വീണ്ടും കോമ്പോസിഷൻ എടുക്കുന്നു. ഇനി നമ്മുടെ സൈഡിലുള്ള ആ ഒരു പൈപ്പ് കണക്ട് ചെയ്യാനുള്ള കണക്ടർ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈഡ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പ്ലെയിനിൻ്റെ സെൻറ്ററിലായിട്ടാണ്, ഏകദേശം സെൻറ്റർ ലൈനിൽ കുറച്ച് താഴെയായിട്ടാണ് നമ്മുടെ ആ ഒരു പൈപ്പ് കണക്ടർ വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. ലൈൻ ടൂളിൻ്റെ ഷോർട്ട് കട്ടാണ് സോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒറിജിനിൽ കൊണ്ടുപോയി നമ്മുടെ പോയിൻ്റർ വയ്ക്കുന്നു. ആദ്യത്തെ പോയിൻ്റ് ഒറിജിനിൽ കൊടുക്കുന്നു, രണ്ടാമത്തെ പോയിൻ്റ് നമ്മുടെ കുറച്ച് മുകളിലായിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡോട്ടഡ് ലൈനായിട്ട് കാണാം. ഈ ഒരു ലൈനിൻ്റെ പേരാണ് കൺസ്ട്രക്ഷൻ ലൈൻ. ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ലൈനാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൺസ്ട്രക്ട് ചെയ്യണം, പക്ഷെ അത് ഈ ഒരു ഡിസൈനിൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കരുത്, ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനാണ് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ കൺസ്ട്രക്ഷൻ ലൈൻ ഉണ്ടാക്കുന്നു, വീണ്ടും സി ഞെക്കുന്നു. ഈ ഒരു ലൈനിലെ ഒരു പോയിന്റിൽ ഞാനൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും ഡയമെൻഷൻ ടൂൾ എടുക്കുന്നു, ഡി ക്ലിക്ക് ചെയ്ത് ഈ സർക്കിളിൻ്റെ ഔട്ടർ എഡ്ജ് ക്ലിക്ക് ചെയ്യുന്നു, 28 mm ഇതിൻ്റെ ഡയമീറ്റർ കൊടുക്കുന്നു.
ഇനി ഈ ഒരു സർക്കിളും ഈ ഒരു ബേസും തമ്മിലുള്ള ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസും ബേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 16 mm ആ ഒരു ഡിസ്റ്റൻസ് കൊടുക്കുന്നു. സോ നമ്മുടെ സർക്കിളായിട്ടുണ്ട്. ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് ഏറ്റവും പുറത്തോട്ട് വരുന്നു. നമ്മുടെ ഈ സർക്കിൾ വെച്ചേക്കുന്ന പ്ലെയിനിൽ ഒരു 2 ലൈനുള്ള അതിനകത്ത് 3 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. സോ നമ്മളത് 3 സെലക്ട് ചെയ്തിട്ട് വേണം എക്സ്ട്രൂഡ് ചെയ്യാൻ. സോ ഞാൻ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് 3 പോർഷനും സെലക്ട് ചെയ്യുന്നു. ഈ ക്ലിക്കിന് ഇപ്പോൾ നമുക്ക് എക്സ്ട്രൂഡ് വന്നിട്ടുണ്ട്. ഞാൻ 18 mm വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ടോപ്പ് വ്യൂവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള യൂസിനാണ് നമുക്ക് ഈ ഒരു ഹിസ്റ്ററി യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റെപ്പാണിത്. ഇത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ഫീച്ചറിനുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പോയി എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ 1 സൈഡാണ് കൊടുത്തേക്കുന്നത്. നമുക്കിത് 2 സൈഡും സിമെട്രിക്കലും ഉണ്ട്. 2 സൈഡ് ഞാൻ കൊടുക്കുന്നത്. 2 സൈഡും 2 രീതിയിൽ നമുക്കിത് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഫസ്റ്റ് സൈഡ് ഇത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് 18 തന്നെ വേണം. അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് സൈഡ് നമ്മൾ എക്സ്റ്റെൻഡ് ടൈപ്പ് ഡിസ്റ്റൻസ് മാറ്റി 2 ഒബ്ജക്റ്റ് ആക്കുന്നു. ദെൻ ഈ ഒരു അകത്ത് ഈ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ ടോപ്പ് വ്യൂവിൽ വീണ്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം അത് ക്ലിയർ ആയിട്ടുണ്ട് ആ ഒരു എറർ. ഇനി വീണ്ടും ഞാൻ ഹോം പൊസിഷനിൽ പോകുന്നു. ഈ ഒരു സർക്കിളിൻ്റെ ഔട്ടർ പോർഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുന്നു. വീണ്ടും സി എടുക്കുന്നു, സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വയ്ക്കുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു, അത് 22 mm സർക്കിൾ ആക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ചെയ്യുന്നത് 2 ഒബ്ജക്റ്റ് ആക്കി ഈ ഒരു ഫേസ് വരെ ചെയ്യുന്നു. എക്സ്ട്രാ ഒരു 0.2 ഇട്ട് കൊടുത്ത് ഓക്കെ എടുക്കുന്നു. ഇപ്പം നമുക്ക് ആ ഒരു ചെറിയ ഒരു കട്ടിങ്ങിൽ മാറി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 2 പൈപ്പ് ഇടാനുള്ള ഹോളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ വേണ്ടത് 2 സ്ക്രൂ ത്രെഡ് ഇടാനുള്ള പില്ലേഴ്സാണ്. സോ ആ പില്ലേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ടോപ്പ് സർഫസ് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുന്നു. ഇനി ഇവിടെ ഞാൻ വീണ്ടും കൺസ്ട്രക്ഷൻ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് എല്ല് ക്ലിക്ക് ചെയ്ത് ലൈൻ ടൂൾ എടുക്കുന്നു. ഒറിജിനലിൽ ഒരു പോയിന്റ് കൊടുത്ത് പുറത്തോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ലൈൻ വരയ്ക്കുന്നു. വീണ്ടും ആ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം എക്സ് ക്ലിക്ക് ചെയ്ത് അത് കൺസ്ട്രക്ഷൻ ലൈൻ ആക്കി മാറ്റും. ഇനി സി ക്ലിക്ക് ചെയ്ത് സർക്കിൾ ടൂൾ എടുക്കുന്നു. ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഡി ക്ലിക്ക് ചെയ്ത് ഡയമെൻഷൻ ടൂൾ എടുത്ത് സർക്കിളിൻ്റെ ഡയമീറ്റർ 10 കൊടുക്കുന്നു. ഇനി ഒരു സർക്കിളിൻ്റെ സെൻറ്ററും ഈ അകത്തെ എഡ്ജും ഈ ബോക്സിൻ്റെ അകത്തെ എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 കൊടുക്കുന്നു. എസ്കേപ്പ് കീ പ്രസ് ചെയ്യുന്നു. ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ബാക്കിയുള്ള പോർഷൻ നമ്മുടെ ഈ ഒരു വാളിൻ്റെ അകത്തായത് തന്നെ അത് സെലക്ട് ചെയ്തില്ലായാലും കുഴപ്പമില്ല. സോ ഞാൻ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ക്ലിക്ക് ചെയ്ത് താഴത്തോട്ട് -18 എക്സ്ട്രൂഡ് ചെയ്യുന്നു. താഴത്തോട്ടായത് തന്നെ -18 എക്സ്ട്രൂഡ് ചെയ്യുന്നത്. സോ -18 എക്സ്ട്രൂഡ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടി വേണം. അതിന് നമുക്ക് മിറർ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം. അതിനായിട്ട് എസ് ക്ലിക്ക് ചെയ്യുന്നു, മിറർ എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് മിറർ ടൂൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒബ്ജക്റ്റ് ടൈപ്പ് ബോഡിയാണ് കിടക്കുന്നത്. ആ ബോഡി സെലക്ട് ചെയ്തതിന് ശേഷം ഫീച്ചേഴ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഏത് ഫീച്ചർ വേണമെങ്കിലും മിറർ ചെയ്യാം. സോ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു പില്ലർ ഞാൻ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് മിറർ പ്ലെയിൻ, ഏത് പ്ലെയിനിനനുസരിച്ചാണ് ഇത് മിറർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരാൻ പാകത്തിനുള്ളൊരു പ്ലെയിൻ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഗോസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് കാണാം. അതായത് ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. സോ നമുക്ക് ഈ ഒരു പില്ലർ ഇപ്പുറ സൈഡിലോട്ട് കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലെ വ്യൂവിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു 10 സെൻറ്റിമീറ്ററും 18 സെൻറ്റിമീറ്ററും നമുക്ക് എക്സ്ട്രൂഷൻ വന്നേക്കുന്നതാണ്. ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു പില്ലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കളയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹിസ്റ്ററി യൂസ് ചെയ്യാം. സോ നമ്മൾ നമ്മൾ ഈ ഒരു സർക്കിൾ എക്സ്ട്രൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പിലോട്ട് പോവുക. ഈ ഒരു സർക്കിൾ നമ്മൾ പുറത്തോട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കളഞ്ഞ് ഈ ഒരു സ്റ്റെപ്പാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് ഏറ്റവും അവസാനത്തിലേക്ക് കൊണ്ടുപോയിടുക. ഇപ്പം നമ്മൾ വീണ്ടും റൈറ്റ് സൈഡിലെ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ കാണാം ആ ഒരു എക്സ്ട്രൂഷൻ നമുക്ക് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. വീണ്ടും കോമ്പോസിഷനിൽ പോകുന്നു. ഇത് നമുക്ക് ത്രെഡ് ഇടാനുള്ള ഹോൾസ് കൊടുക്കാം. അതിന് വീണ്ടും ഞാൻ ഈ ഒരു സ്കെച്ചിൽ പോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കുന്നു. സീനൊക്കെ സർക്കിൾ ടൂൾ എടുക്കുന്നു. ഒരു പില്ലർ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ ഉണ്ടാക്കുന്നു. അതൊരു 4 mm ഒരു സർക്കിൾ 2 സൈഡിലും ഞാൻ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമുക്ക് സ്ക്രൂവിൻ്റെ ത്രെഡ് ഇടാനുള്ള സർക്കിളായിട്ടുണ്ട്. സോ നമുക്ക് അതൊരു ഹോളാക്കാം. ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് 2 സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഈ ക്ലിക്ക് ചെയ്ത് -10 കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ നമുക്ക് 2 സിലിണ്ടറിക്കൽ ഹോൾസ് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അത് രണ്ടും ഷിഫ്റ്റ് നീക്കി പിടിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആ 2 സിലിണ്ടറിക്കൽ സർഫസാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. എസ് ക്ലിക്ക് ചെയ്തിട്ട് ത്രെഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് ടൂൾ കിട്ടും. അപ്പോൾ ഇത് ഒരു JPEG ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. നമുക്ക് അതല്ല വേണ്ടത്, മോൾഡഡ് ആണ് വേണ്ടത്. സോ മോൾഡഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ചെയ്താണ്. ഈ ഒരു ത്രെഡിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് സൈസിനുള്ള ഒരു ത്രെഡ് ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രെഡ് മോൾഡ് ചെയ്ത് വന്നേക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് പില്ലറിൻ്റെ ഈ 4 കോർണേഴ്സ് ഫില്ലറ്റ് ചെയ്യാനാണ്. സോ അതിന് F ക്ലിക്ക് ചെയ്ത് ഫില്ലറ്റ് ടൂൾ എടുക്കുന്നു. 4 കോർണേഴ്സും സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് 2 mm ആണ് ഫില്ലറ്റ് കൊടുക്കുന്നത്. ഇതോടുകൂടി ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡിൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്.